ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രന് വീണ്ടും ഇതാ കുരിശ്. കൊടകര കള്ളപ്പണക്കേസ് വീണ്ടും അന്വേഷിക്കാൻ കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. ഇരിങ്ങാലക്കുട സെക്ഷൻസ് കോടതിയാണ് ഇത്തരത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പാലക്കാട്ടും ചേലക്കരയിലും വയനാട്ടിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഏറ്റവും അധികം വിവാദമായി മാറിയതാണ് കൊടകര കള്ളപ്പണക്കേസ്. അവിടെ തിരൂർ സതീഷ് എന്ന് പറയുന്ന പാർട്ടി ഓഫീസിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ സെക്രട്ടറി ചില വെളിപ്പെടുത്തലുകൾ നടത്തി. അവിടെ 6 ചാക്കുകളിലോ 8 ചാക്കുകളിലോ മറ്റോ നല്ല ആണ് ചാക്കുകളിൽ പണം കെട്ടിക്കൊണ്ടുവന്നു. അത് ഇലക്ഷൻ മെറ്റീരിയൽസ് എന്നാണ് പറഞ്ഞത്, കൊടിയും തോരണങ്ങളുമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ചാക്കുകളിൽ മുഴുവനും പണക്കെട്ടുകളായിരുന്നു. അങ്ങനെ കള്ളപ്പണം നിരവധി കൊണ്ടുവന്നിട്ടുണ്ട്. കള്ളപ്പണം കൊണ്ടുവരുന്ന പലരുമായിട്ടും നേതാക്കന്മാർക്ക് ബന്ധമുണ്ട്. ഈ ആരോപണ വിധേയനായ ഒരു കള്ളപ്പണക്കാരൻ്റെ പേരിൽ അയാളെ കൊണ്ടുവരാനും അയാൾക്ക് എല്ലാ ഒത്താശയും ചെയ്ത് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ്. അപ്പോൾ കെ സുരേന്ദ്രനും ഇതിൽ പ്രധാന പങ്കാളിയാണ്. ഈ കള്ളപ്പണം കൊണ്ടുവന്നതിൽ എല്ലാ വിവരങ്ങളും സുരേന്ദ്രൻ അറിയാമായിരുന്നു എന്നൊക്കെയാണ് ഈ തിരൂർ സതീഷ് വെളിപ്പെടുത്തിയത്. ആ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കോടതിയിൽ ഒരു അപേക്ഷ സമർപ്പിച്ചത്. കൊടകര കള്ളപ്പണക്കേസ് വീണ്ടും അന്വേഷിക്കാനുള്ള അനുവാദം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള പോലീസ് അവിടെ DYSP ആയിരുന്ന VK രാജു, അദ്ദേഹം പബ്ലിക് പ്രോസിക്യൂട്ടറായ AK ഉണ്ണികൃഷ്ണന്റെ വഴിയാണ് ഈ കോടതിയിലേക്ക് ഇങ്ങനെ ഒരു അപേക്ഷ നൽകിയത്. അതായത് കൊടകര കള്ളപ്പണക്കേസ് കുഴൽപ്പണക്കേസ് വീണ്ടും അന്വേഷിക്കണമെന്ന് DYSP ആവശ്യപ്പെടുന്നു. VK രാജു അത് പബ്ലിക് പ്രോസിക്യൂട്ടറായ AK ഉണ്ണികൃഷ്ണൻ വഴിയാണ് ഇങ്ങനെ ഒരു അപേക്ഷ കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഇരിങ്ങാലക്കുട സെഷൻസ് കോടതി ഇപ്പോൾ കൊടകര കള്ളപ്പണം വീണ്ടും അന്വേഷിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത്. പോലീസ് വളരെ ഊർജിതമായി തന്നെ ഇത് അന്വേഷിക്കും. വീണ്ടും സുരേന്ദ്രന് കുരുക്കാവുകയാണ്. സുരേന്ദ്രൻ പെട്ടുപോകും എന്നാണ് തോന്നുന്നത്. എല്ലാ തരത്തിലും പാലക്കാട് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ എല്ലാ വിരൽ ചൂണ്ടലുകളും സുരേന്ദ്രനെതിരായിട്ടാണ് തിരിഞ്ഞത്. കൂടെ ഉണ്ടായിരുന്ന മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ പോലും തള്ളിപ്പറഞ്ഞു. എന്നിട്ട് മാധ്യമപ്രവർത്തകരെ അടുത്ത് വന്നപ്പോൾ ആകെ സമനില തെറ്റിയ പോലെയാണ് സുരേന്ദ്രൻ പെരുമാറിയത്. എല്ലാവരെയും കൈകാര്യം ചെയ്യും, BJPക്കെതിരെ കള്ള വാർത്തകൾ കൊടുക്കുന്ന എല്ലാവരെയും കൈകാര്യം ചെയ്യുമെന്ന് പോലും പറയേണ്ടി വന്നു ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന്. ഒരു പക്വതയുമില്ലാതെ, പൊളിറ്റിക്കൽ ക്ലാരിറ്റി ഇല്ലാത്ത ഒരു പൊളിറ്റിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ശരി, അത്തരത്തിലില്ലാത്ത ഒരു നേതാവാണ് സുരേന്ദ്രൻ എന്ന് അയാൾ പലവട്ടം തെളിയിച്ച ആളാണ്. അത് 35 സീറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ കേരളം ഭരിക്കും എന്നൊക്കെ പൊട്ടത്തരം വിളിച്ചു പറഞ്ഞ ആളാണ്. ഈ ശ്രീധരൻ ജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്നുള്ള പൊട്ടത്തരം വിളിച്ചു പറഞ്ഞ ആളാണ്. ഇങ്ങനെ നിരവധി പൊട്ടത്തരങ്ങൾ കാട്ടിയിട്ടുണ്ട്. ഹെലികോപ്റ്ററിൽ പറന്ന് നടന്ന് 2 മണ്ഡലങ്ങളിൽ മത്സരിച്ച് ഞാൻ എന്തോ വലിയ നേതാവാണെന്ന് ഒരു ധാരണയിൽ നടക്കുകയും ചെയ്തു. ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് കൈകാര്യം ചെയ്യും എന്ന് വരെ പറഞ്ഞു. ഇത് വല്ലാതെ ഒരു സുരേന്ദ്രൻ പറയുന്നു എന്നതല്ല അർത്ഥം. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇത് പറയുന്നുവെന്നും ആ സുരേന്ദ്രൻ പറയുന്ന ഓരോ വാക്കുകളും കേരളത്തിന്റെ BJP സംസ്ഥാന ഘടകത്തിന് ബാധിക്കുന്നതാണെന്നും BJP പാർട്ടിയെ ബാധിക്കുന്നതാണെന്നും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ അപക്വമായ പ്രവർത്തനങ്ങളും ജൽപ്പനങ്ങളും നടത്തുന്ന ആളാണ് ഈ സുരേന്ദ്രൻ എന്ന നേതാവിനോട് എനിക്ക് വ്യക്തിപരമായി യാതൊരു വിരോധവുമില്ല. അദ്ദേഹം വലിയൊരു നേതാവായി വളരട്ടെ, അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും വലിയ BJP നേതാവായി വളരട്ടെ, നമുക്ക് സന്തോഷമേ ഉള്ളൂ. കേരളത്തിൽ നിന്നും ഒരു വലിയൊരു നേതാവ് ദേശീയ തലത്തിൽ വളർന്നു വന്നാൽ വളരെ നല്ലതാണ്. പക്ഷേ അദ്ദേഹം, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ വലിയൊരു നേതാവായാലും നമുക്ക് നല്ലതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ആ BJP എന്ന പ്രസ്ഥാനത്തിന് ഗുണകരമാകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ മാന്യമായി അത് വച്ചൊഴിഞ്ഞു പോകുന്നതാണ് നല്ലത് എന്ന് പല ഭാഗത്തു നിന്നും വിവരങ്ങൾ വന്നിട്ടുണ്ട്. എന്തോ ആയിക്കോട്ടെ, എന്തായാലും കൊടകര കള്ളപ്പണത്തിൽ പകൽ പോലെ വ്യക്തമാണ് അതിനകത്ത് അഴിമതിയുണ്ട്, കള്ളത്തരമുണ്ട് എന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമാണ്. പക്ഷേ കേരള പോലീസും BJPയും തമ്മിലുള്ള ചില അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ആ കേസ് അങ്ങനെ തേച്ചുമാച്ച് കളഞ്ഞത് എന്നാണ് പ്രതിപക്ഷമായ കോൺഗ്രസ് ആരോപിക്കുന്നത്. എന്നാൽ ഇനി വരുന്ന ഈ തുടർ അന്വേഷണം പോലീസ് ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും. വീണ്ടും ഒരു അന്തർധാര കുറച്ചുകൂടി ശക്തമാക്കാൻ വേണ്ടി ഈ അന്വേഷണം ഈ ഗവൺമെന്റും BJPയും ഉപയോഗപ്പെടുത്തുമോ എന്നുകൂടിയാണ് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്.